പറയൂ. റിവേഴ്സ് പഠിച്ചില്ലേ? ഇൻവേഴ്സ് പഠിച്ചില്ലേ? പിന്നെന്തൊക്കെയാ പഠിച്ച്? നോട്ട് എടുക്കൂ. നോട്ട് എടുത്ത് തന്നെ പറയൂ. നോക്കി തന്നെ പറയൂ. കിഷൻ, അതായ പറഞ്ഞതിന്റെ ബാക്കിയൊക്കെ പറയൂ. കിഷാൻ എന്താണ്? അഡീഷൻ നമ്മൾ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു. പിന്നെ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഡിനോമിനേറ്റർ വരുന്നത് എങ്ങനെയാണ് ആഡ് ചെയ്യുക. അൺലൈക്ക് വെച്ചാൽ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക, എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? എന്നിട്ട് ഹോംവർക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഹോംവർക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിരുന്നോ രണ്ടുപേരും? ഓക്കെ. പിന്നെ ലാസ്റ്റ് തന്നത് ഇപ്പം ഞാൻ ചെയ്യാൻ പോവുകയാണ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് 1/2 ഇൻറ്റു 2/4. 1/2 ഇൻറ്റു 2/4. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ എന്തായിരുന്നു പറഞ്ഞ്? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സെയിം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യണം. എപ്പോഴാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക? ഇടയ്ക്ക് എന്തുണ്ടാവണം? 2 ഉണ്ടാവണം. അല്ലാതെ അഡീഷനോ സബ്ട്രാക്ഷനോ വരുമ്പോൾ ഡിനോമിനേറ്ററും ഈ പറഞ്ഞ ന്യൂമറേറ്ററും ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ തന്നെ വരണം, അപ്പോൾ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബാലൻസ്, ഇത് എത്ര തവണയുണ്ട്? 2ല് 1 ടൈം ഉണ്ട്. സോ 2 1 1 താഴെ 1 ഇൻറ്റു 4 4. ഇതാണ് ആൻസർ വന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2/6 ഇൻറ്റു 1/6. ഇതിൽ ഒന്നും കട്ട് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ 2ന്റെ ടേബിളിലും 2 1 ടൈം ഉണ്ട്, 6ന്റെ ടേബിളിലും 2 എത്ര ടൈം ഉണ്ട്? 3 ഉണ്ട്. സോ ഫൈനലി 1 ഇൻറ്റു 1 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 6 18. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. കിഷാൻ മനസ്സിലാവുന്നുണ്ടോ? മേലെയുള്ളത് 4 ആണ്, താഴെ രണ്ടും ഓഡ് നമ്പർ ആണ്. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേബിളിൽ 5ഉം വരില്ല, 4ന്റെ ടേബിളിൽ 7ഉം വരില്ല. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മൾട്ടിപ്ലൈ, അത്ര തന്നെ ഉള്ളൂ. സോ 4 ഇൻറ്റു 1 4 ഡിവൈഡഡ് ബൈ 5 7 സാർ എത്രയാണ് ദയാ? 35. യെസ്, കറക്റ്റ്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ 2/3 ഇൻറ്റു 2/5. ഇവിടെ തന്നെ 2ന്റെ ടേബിളിൽ ഇതുപോലെ 2ന്റെ ടേബിളിൽ 5ഉം വരില്ല. അപ്പൊ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 2 2s are 4, താഴെ 3 5s are 15. ഈ 4 ക്വസ്റ്റ്യന് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. നാലാമത്തെ ജസ്റ്റ് നമ്മൾ നോക്കുക, 2ന്റെ ടേബിളിൽ 3 വരുമോ? 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 3 വരുമോ? നോ. 1 2 2s are 4 ആണ് വരുന്നത്, 3 വരില്ല. അതേപോലെ 2ന്റെ ടേബിളിൽ 5 വരുമോ? അതും വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? പറ്റില്ല. അപ്പൊ ജസ്റ്റ് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ 4 വന്നു, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ 15 വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 2/3 2. ഇതിൽ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറയൂ. ടേബിളിൽ 3 വരില്ല. ഓക്കെ ഫൈൻ. ഇവിടെ 2 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക്
രണ്ട് ടു വെട്ടിക്കളയാം. സൂപ്പർ. സോ ടൈം ഇവിടെ 2 1 ടൈം. സോ 1 into 1 1, 3 into 1 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. 2/3 into 1/, അല്ല ഇതല്ലേ ഇപ്പം നമ്മൾ ചെയ്ത്. 2/8 into 2/4. ഇത് വെട്ടിക്കളയാൻ പറ്റുമോ? നന്നായി നോക്കി പറയൂ. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും. ഫസ്റ്റ് ഇതാണ് ഫ്രാക്ഷൻ. ന്യൂമറേറ്ററിലുള്ളത് 2 ആണ്, ഡിനോമിനേറ്ററിലുള്ളത് 8 ആണ്. ഇത് സെയിം ടേബിളിൽ വരും. എടാ 2ന്റെ ടേബിളിൽ വരില്ലേ? ആ 2 8 വന്ന് 4 ടൈംസ് ഉണ്ട്. ഈ 4ഉം ഈ 4ഉം കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടാ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അടുത്തത് ഈ ഫ്രാക്ഷനിലോട്ട് നമ്മൾ വരുന്നു. അപ്പോൾ ഇവിടെ 2ന്റെ ടേബിളിൽ 2 1 ടൈം, 2ന്റെ ടേബിളിൽ 4. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചെയ്യാം. സോ 1 into 1 1, 4 2s are 8. 7th question, 1/3 into 1/3. Cut. വണ്ണിന് 3നെ കൊണ്ട് കട്ട് ചെയ്യാം. അത് ചെയ്യുമ്പോൾ എന്ത് തന്നെ വരും? അതേ തന്നെ വരില്ലേ? 1ന്റെ ടേബിളിൽ 1 ടൈം ഉണ്ട്, 3 ടൈംസ് ഉണ്ട്. സോ ഇത് അങ്ങനെ തന്നെ വരില്ലേ? അപ്പൊ അതിന്റെ ആവശ്യമില്ല. 1 വെച്ച് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യം എപ്പോഴും വരില്ല കേട്ടോ. എന്താ? സോ 1 1s are 1, 3 3s are 9. ഇങ്ങനെയാണ് വരിക ആൻസർ. ഓക്കെ ആണോ കിഷാൻ? ദയക്ക് മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദയാണ് ചെയ്യാൻ പോകുന്നത്. പറയൂ. പറ്റും. 3ന്റെ ടേബിളിൽ 3 1 ടൈം, 6 എത്ര ടൈം? 2 ടൈംസ്. പിന്നെ വേറെ എവിടെയെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കൂ. പറ്റും. 2ന്റെ ടേബിളില് 4 2 ടൈംസ് ഉണ്ട്, 3 ടൈംസ് ഉണ്ട്. ഇനി ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി. 2ന്റെ ടേബിളിൽ 2 1 ടൈം, ഇവിടെയും 1 ടൈം. സോ 1 into 1 1 by 1 into 3 3. ഒരു തവണയും കൂടി പറഞ്ഞുതരാം കേട്ടോ. 3/6 into 4/6. 3ന്റെ ടേബിളിൽ 3 1 ടൈം ഉണ്ട്, 6 2 ടൈംസ് ഉണ്ട്. 4ന്റെ 2 ടൈംസ് ഉണ്ട്, 6 3 ടൈംസ് ഉണ്ട്. ഇനി ഈ 2ഉം ഈ 2ഉം 1 1 ടൈം കട്ട്. 1 into 1 1, 1 into 3 3. കഴിഞ്ഞു. ഓക്കെ ആണോ കിഷാൻ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിഷാനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ 9th ക്വസ്റ്റ്യൻ, 1/2 into 5/8. പറയൂ. കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് എഴുതാം. സോ 1 5s are 2 8s are 16. ഓക്കെ ആണോ കിഷാൻ? ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കൂ. ത്രീന്റെ ടേബിളിൽ 3 9
9 ഡബിൾ 3 3. ഇനി എന്താ? 1 into 5 5. 3 മലയാളത്തിൽ പറഞ്ഞാലും 24. ദയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദയാണ് പറയേണ്ടത് കേട്ടോ. 1 4 ട്രൈ ചെയ്യൂ. ഏത് ഏതൊക്കെ പറ്റുക പറയൂ. കട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാ? രണ്ടെണ്ണം കൂടി അങ്ങനെ പറ്റുമോ? ഇതും പറ്റില്ല. ഒന്ന് ഡിനോമിനേറ്ററിൽ ഉണ്ടാവണം, ഇനി ഒന്ന് ന്യൂമറേറ്ററിൽ ഉണ്ടാവണം. അപ്പോൾ 1 3ന്റെ ടേബിളിൽ വരുന്നത് 3ന്റെ ടേബിളിൽ 4ഉം വരില്ല 2ഉം വരില്ല. 3s are 3, 2 4s are. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതണം. അങ്ങനെ തന്നെ മൾട്ടിപ്പിൾ ചെയ്ത് എഴുതണം. നേരത്തെ ന്യൂമറേറ്ററിന് അങ്ങനെ തന്നെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്ത് എഴുതുക, ഡിനോമിനേറ്ററിന് അതേപോലെ തന്നെ മൾട്ടിപ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കൂ. ദയ 3ന്റെ ടേബിളിൽ 4ഉം ഇല്ല, 3ന്റെ ടേബിളിൽ 7ഉം ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാം. 3 3s are എത്രയാ? 3 3s are എത്രയാ? 4 7s are അടിച്ചു കൊടുക്കാൻ പറ്റുമോ? 13 ദയ. ക്യാൻസൽ ചെയ്തൂടെ? 1 ടൈം വരില്ലേ? 1 1s are 1, 4 1s are. അടുത്തത് ദയ വന്നിട്ട് ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? ഇംഗ്ലീഷ്. മലയാളം. കിഷൻ ആദ്യത്തെ 14 പറയൂ. എന്തായിരിക്കും ആൻസർ? ചെയ്യാൻ പറ്റുമോ? എന്താണ് പറയാ? 1/6. 1/6 കറക്റ്റ്. ദയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പറ്റില്ല. അപ്പൊ മൾട്ടിപ്ലൈ എത്ര വരും? 9. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിഷാൻ ചെയ്യൂ. ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ കട്ട് ചെയ്യേണ്ടത്? 2ഉം 1ഉം 4ഉം. താഴെ 1 2. ഇനി മൾട്ടിപ്ലൈ ചെയ്യൂ. എത്ര വരും? 5/.
നെക്സ്റ്റ് ദയ ചെയ്യൂ. ഏതിനൊക്കെ? ഓക്കെ. ആ ആ. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ ആൻസർ 5/18. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പറ്റില്ല. ആ അപ്പൊ ആൻസർ 2/21. യെസ്, സൂപ്പർ. അടുത്തത് ക്വസ്റ്റ്യൻ. കിഷാൻ. 13. എത്ര വരും? ഓ, മേലെ 30. അതിന്റെ മുന്നിൽ വെട്ടാൻ പറ്റുമല്ലോ. 6ല് 2 വന്ന് 2 അല്ല 3 വന്നിട്ട് 2 ടൈംസും 9ല് 3 വന്ന് 3 ടൈംസും വരും അല്ലേ? ഓക്കെ. ലാസ്റ്റ് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ മുന്നിൽ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഡിനോമിനേറ്റേഴ്സ് ആണ്. അത് നമ്മൾ ചെയ്തിരുന്നോ? അൺലൈക്ക് ഡിനോമിനേറ്റർ. ഉറപ്പാണോ? അൺലൈക്ക് ഡിനോമിനേറ്റേഴ്സ്. നോക്കട്ടെ. ആ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ വന്നിട്ട് 2/10 ആയിരുന്നു. ആ, ചെയ്തിട്ടുണ്ട് അല്ലേ? 5ഉം 10ഉം എൽസിയം എടുത്തിട്ട്. ഇങ്ങനെയും ചെയ്യാം. കിഷൻ ഹോംവർക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. സോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്രാക്ഷൻ, നമുക്ക് ഇവിടെ പ്ലസ് പ്രശ്നമില്ല, ഇതിനുള്ളിലേ കട്ട് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ +1/5 എന്നും വരും. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ ആയി. അപ്പോൾ 3/5 എന്ന് എഴുതി കൊടുത്തു. കറക്റ്റാണ്. ഇതേത് ക്വസ്റ്റ്യനാ? ആദ്യം ഞാൻ ആദ്യത്തെ ഓക്കെ. ഇത് നമുക്ക് അൺലൈക്ക് ഫ്രാക്ഷൻസ് ചെയ്തിട്ടുണ്ടോ നോക്കൂ ദയ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് 4/9. ഇത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ചെയ്യുമ്പോൾ സെയിം ഡിനോമിനേറ്റർ. അപ്പോൾ 4/9 ിലേക്ക് പോണതിനേക്കാളും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ചിട്ട് മിസ് ചെയ്യും. സോ 4/9 12നും എൽസിയം എടുക്കുക. 9ലും 12ലും 3ന്റെ മൾട്ടി 3 4 ടൈംസ്. ഇനി 3നെ പുറത്തെടുത്തു, ഇവിടെ 1 എഴുതും. 9 4s എത്രയാണ്? 26. 26.
36. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ 36 ആക്കണം. സോ എന്താ ചെയ്യുക? അതേ 4 ആദ്യം വെച്ച് ചെയ്യണം. 4 4s are 16. അടുത്തത് 3 അല്ലേ? ശരി, ഇത് മാത്രം കംപ്ലീറ്റ് ചെയ്യാം. സോ 12 ഉണ്ട്, ഇവിടെ 36 വരണമെങ്കിൽ 3 കൊണ്ട് രണ്ടും സെയിം ഡിനോമിനേറ്റർ ആയി പ്രൊസീഡ് ചെയ്യാം. സോ 16/36 ആഡ് ചെയ്യുമ്പോൾ 25/36. ഇതിനെ ഇനി കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. നമുക്ക് നാളത്തെ ക്ലാസ് നമ്മൾ ഹോംവർക്ക് ഒന്നും ചെയ്യുന്നില്ല, ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യുക കേട്ടോ. വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം, യൂട്യൂബിൽ ക്ലാസ്സസ് ഇട്ട് തരാം. കിഷാൻ യൂട്യൂബിലത്തെ ക്ലാസ്സസ് കണ്ടിട്ടില്ല. കിഷാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈകുന്നേരം വരിക, ശേഷം അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ അമ്മ വന്നതിന് ശേഷം യൂട്യൂബിൽ എന്നിട്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് വയ്ക്കും. ഞാൻ ലൈവ് ടെസ്റ്റ് എഴുതുക. ലൈവ് ടെസ്റ്റ് വീഡിയോ എനിക്ക് കാണുകയും വേണം. അത് തന്നിട്ട്